ചെയ്ത് തിരുവമ്പാടി വീണ്ടും നമ്മളെ ഞെട്ടിച്ചു, ശരിക്കും ഞെട്ടിച്ചു. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നടയിലെ നിറ ചാർത്തിനൊപ്പം ആ ആനകളുടെ മുകളിലെ ഡമരു, അതിലെ നിറം കൂടി ചേർന്ന് ഒരു വലിയ അനുഭൂതി പകരുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് അവർ ആൾക്കാർ ചോദിക്കുന്നു, നമ്മൾ രണ്ടുപേരും പൂരം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാനൊരു 15 പൂരമെങ്കിലും നിർത്താതെ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ തൃശ്ശൂരാണ് ജോലി ചെയ്യുന്നത്, ഞാൻ തൃശ്ശൂർക്കാരനാണ്. അതുകൊണ്ട് ഇതിലെ എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ പറയാം, വെള്ളം പോലെ പറയാം. ചെറുപൂരങ്ങൾ വന്നു തുടങ്ങി ഉപചാരം പറഞ്ഞ് പിരിയുന്നത് വരെയുള്ള ഏത് കാര്യം ചോദിച്ചോളൂ ഞാൻ പറയാം. തൃശ്ശൂർക്കാർക്ക് ജാതി മത വ്യത്യാസമൊന്നും അത്യാവശ്യം കാലം തൊട്ട് പൂരം റിപ്പോർട്ട് ചെയ്യാൻ സ്ഥിരമായി പോകാറുണ്ടായിരുന്നു. ഇതൊന്നും അതുകൊണ്ട് നമുക്ക് അത്തരം ചടങ്ങുകളെ പറ്റി അത്യാവശ്യം പറയാം. എന്തായാലും ഇതാ നമ്മൾ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നടയിലെ ആ പൂരക്കാഴ്ചകളുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ, അതിമനോഹരമായ കാഴ്ചകളുടെ അവസാന ഘട്ടങ്ങളിലേക്ക് വേണം. പാറമേക്കാവ് അവരുടെ പക്കലുള്ള മറ്റൊരു സ്പെഷ്യൽ കൂടെ ഉയർത്തി നമ്മളെ വീണ്ടും ഞെട്ടിക്കുകയാണ്. ജെയിംസ് സാർ ഇത് കാണുന്നുണ്ടാവുമല്ലോ, പാറമേക്കാവാണ്. ഇതാ 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 പാറമേക്കാവ്, പാറമേക്കാവ് വീണ്ടും ഇതാ കയറി വരുന്നു. പാറമേക്കാവ് 16 തിരുവമ്പാടി, 12 പാറമേക്കാവ്. ഒരു പോയിന്റ് കൂടി അവിടെ വീണ്ടും തിരുവമ്പാടി അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. തിരുവമ്പാടി അത് ജെയിംസ് സാർ ശ്രദ്ധിച്ചോ, അതിന് ക്ലോസ് ഒന്ന് കാണുകയാണെങ്കിൽ പറയാം. അതില് സുദർശന ചക്രം കറങ്ങുന്നുണ്ട്, ആ സുദർശനം കറങ്ങുന്നുണ്ട്. അതിൽ ക്ലോസ് വരുമ്പോൾ നമുക്കറിയാം. ഇതിൽ നോക്കൂ, ഇതിൽ എനിക്ക് എത്രത്തോളം അത് ക്ലിയർ ആയി പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് അറിയില്ല. ഇതിൽ സുദർശന ചക്രം കറങ്ങുന്നു. അതെ അതെ അതെ, അതൊരു അതിമനോഹരമായ കാഴ്ചയാണ്. അതൊരു കുറച്ചുകൂടെ ക്ലോസ് വന്നാൽ, ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ നമുക്കത് കാണാൻ. ഇതാ നോക്കൂ, ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ ഒരു ആയുധമാണ് സുദർശനം. ആ സുദർശനം എന്ന് വെച്ചാൽ ഒരു 17-12 ആണ് തിരുവമ്പാടി വീണ്ടും മുന്നേറിയിരിക്കുന്നു. 17 ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള ഒരു കൃഷ്ണൻ, ഒരു മഹാവിഷ്ണുവാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് തിരുവമ്പാടി അവരുടെ പക്കൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കുടയായി ഇത്തവണ കരുതിയിരുന്നത് അതാണ്. അത് അവർ ഏറ്റവും ഒടുവിൽ ഇറക്കിയിരിക്കുന്നു. പാറമേക്കാവിന്റെ പക്കൽ ഉള്ള ഏറ്റവും പ്രത്യേകതയുള്ള കൂടെയാണിത്. അവർ രണ്ടും ഏറ്റവും ഒടുവിൽ അത് ഇറക്കിയിരിക്കുന്നു. സമയം 7:30 ആകുന്നു. 17-12 5 പോയിന്റുകൾക്ക് തിരുവമ്പാടി മുന്നിലാണ്. പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 17-12 ഈ പാറമേക്കാവിലേക്ക് പോകേണ്ടതാണ്. സുദർശനധാരിയായ മഹാവിഷ്ണു, അതാണ് ആ രൂപത്തിന്റെ സുദർശനധാരിയായ മഹാവിഷ്ണു, അതാണ് ആ രൂപത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഇനി എന്താണ് തിരുവമ്പാടിയും പാറമേക്കാവും ചെയ്യാൻ പോകുന്നത്? 1.5 മണിക്കൂറാകുന്നു. 1.5 മണിക്കൂറിൽ എന്തുകൊണ്ടാണ് ആവേശം കണ്ടില്ല? ഇത്ര നേരം കഴിഞ്ഞിട്ടും ജനത്തിന് യാതൊരു മടുപ്പില്ല, അവരാളാഴ്ചകൊണ്ടിരിക്കുകയാണ്. ആനപ്പുറത്തിരിക്കുന്നവർക്ക് ആവേശം കയറി. അവരൊക്കെ അതിൽ ആനപ്പുറത്ത് ചെറിയ പറ്റാവുന്ന തരത്തിൽ ചുവട് വയ്ക്കുകയാണ്. അവരൊക്കെ ട്രെയിൻഡായ ആളുകളാണ് ജെയിംസ് സാർ. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ പുറത്തൊരു ബാലൻസ് ഉണ്ട്. സാധാരണ ഒരാൾക്ക് ഇതിൽ ആനപ്പുറത്തിരിക്കുക എന്ന് പറയുന്നത് കഠിനമായ ജോലിയാണ്. ഇതിന് പുറത്ത് കയറുക എന്ന് പറയുന്നത് അതിലും പ്രശ്നമുള്ള കാര്യം. അപ്പോൾ അതിന് പുറത്ത് കയറുക വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പേടിച്ചിരിക്കുന്നത്, ഇവർ കാല് വെക്കുമ്പോൾ നമ്മൾ വീഴുകയാണെന്ന് തോന്നുന്നു. അപ്പൊ അതാണ്. അപ്പൊ അത്രയും സമയം അതിലിരിക്കുക, ഇരിക്കണം, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ആവട്ടെ, ആനപ്പുറത്ത് ഏറിയ ആലവട്ടവും വെഞ്ചാമരവും വീശുന്ന കലാകാരന്മാരുടെ ആവേശം അവരതിന് പുറത്ത് നൃത്തച്ചുവടുകൾ വെക്കുകയാണ്. ഇതാ തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ ഒരു വെള്ളത്തോർത്തും, പാറമേക്കാവ് ഒരു വെള്ളത്തോർത്ത് വീശുന്നുണ്ട്. അതിനർത്ഥം ഞങ്ങളുടെ വർണ്ണക്കുടകൾ അവസാനിച്ചു എന്നാണോ, പാറമേക്കാവ് അവസാനിപ്പിച്ചു എന്നാണോ എന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. തിരുവമ്പാടി ആലവട്ടവും വെഞ്ചാമരവും മാത്രമായി ഉയർത്തുന്നു. ഒരു പക്ഷേ അവരുടെ പക്കലും ഉള്ള സ്പെഷ്യൽ കുടകളൊക്കെ അവസാനിച്ച് കാണുമായിരിക്കുമെന്ന് കരുതാം. ഇത് കുടമാറ്റം തുടങ്ങി ഏതാണ്ട് 1.5 മണിക്കൂർ, കൃത്യം 1.5 മണിക്കൂർ, നമ്മൾ ഈ പറയുന്ന സമയം കൃത്യം 1.5 മണിക്കൂറായി. ആ 1.5 മണിക്കൂർ സമയമായപ്പോഴേക്കും പൂരത്തിന്റെ കുടമാറ്റങ്ങളുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു കുടമാറ്റം, അതായത് കഴിഞ്ഞു തോന്നുന്നു ജെയിംസ് സാർ. അവരുടെ കുടമാറ്റം അവസാനിച്ചു തോന്നുന്നു. അവരുടെ പക്കലുണ്ടായിരുന്ന സ്പെഷ്യൽ കുടകളൊക്കെ അവർ ഉയർത്തി അവരെ അഭിവാദ്യം ചെയ്യാണ്. ഏതായാലും തിരുവമ്പാടിക്കും പാറമേക്കാവിനും ഒരു
ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ ഈ പൂരപ്രേമികളെ കൊണ്ടുവന്നെത്തിച്ചത് സമാനതകളില്ലാത്ത കാഴ്ചയുടെ ഒരു ലോകത്തേക്കായിരുന്നു. ഇനി ഒരു വർഷം കഴിയണം ഞങ്ങൾ ഈ കാഴ്ചകൾ കാണാൻ കാത്തിരിക്കേണ്ടതെന്നതാണ് ഞങ്ങളുടെ സങ്കടം. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ മനസ്സിലൊരു സന്തോഷമുള്ളത്, രാത്രി 3 മണിക്ക്, പുലർച്ചെ 3 മണിക്ക് മാനത്ത് അത്ഭുതങ്ങൾ വിരിയാൻ പോവുകയാണ്. തിരുവമ്പാടിയും പാറമേക്കാവും നിങ്ങളുടെ കരിമരുന്ന് കലാപ്രകടനം കാണാൻ ബാക്കിയുണ്ടല്ലോ എന്നതാണ് ഞങ്ങളുടെ സന്തോഷം. കുടമാറ്റം കാണാൻ ഞങ്ങൾ അടുത്ത ഒരു പൂരക്കാലം വരെ കാത്തിരിക്കണം. പക്ഷേ വെടിക്കെട്ടുണ്ടല്ലോ ഇന്നിനി ബാക്കി എന്ന് ഞങ്ങൾ കരുതി സമാധാനിച്ചോളാം. അത് കഴിഞ്ഞാൽ നാളെ ഉപചാരം ചൊല്ലി നിങ്ങൾ പിരിയുന്ന ഒരു പകൽ പൂരത്തിന്റെ പകുതി ബാക്കിയുണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. എന്തായാലും ഈ പൂരക്കാലം ഞങ്ങൾക്ക്, പൂരപ്രേമികൾക്ക്, ഞങ്ങൾ ഈ പൂരത്തെ നെഞ്ചോട് ചേർക്കുന്ന, ഹൃദയത്തോട് ചേർക്കുന്ന വിശ്വമലയാളികൾക്ക് നിങ്ങൾ തന്നത്, തിരുവമ്പാടിയും പാറമേക്കാവും ഉൾപ്പെടെ കണിമംഗലം ശാസ്താവ് രാവിലെ വന്നത് മുതൽ ഇതാ നമ്മൾ ഈ പറയുന്ന സമയം വരെ ഈ പൂരക്കാലം ഞങ്ങൾക്ക് തന്നത് സമാനതകളില്ലാത്ത കാഴ്ചകളുടെയും സമാനതകളില്ലാത്ത ദൃശ്യ ശ്രാവ്യ അത്ഭുതങ്ങളായിരുന്നു. ഞങ്ങൾ അതിൽ മതിമറന്ന് അടുത്ത ഒരു വർഷം പൂരത്തിന് വേണ്ടി കാത്തിരുന്നുകൊള്ളാം.